നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി CH റഷീദിനെ പ്രഖ്യാപിച്ചു. നിലവിൽ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് റഷീദ്. മത്സര രംഗത്തിറങ്ങുന്നത് ഒരിടവേളയ്ക്ക് ശേഷം. മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന് UDF നേതൃത്വം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നംകുളത്ത് BJPക്ക് സ്ഥാനാർത്ഥിയില്ല. പകരം BDJS മത്സരിക്കും. NDA സീറ്റ് BDJSന് കൈമാറി. പാർട്ടിയുടെ തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റും പെരുമ്പിലാവ് സ്വദേശിയുമായ KR റജിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി കന്നി അംഗത്തിനിറങ്ങും. പുന്നയൂർ പഞ്ചായത്തിൽ ആധുനിക വാതക ശ്മശാനം പ്രവർത്തിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് പ്രശ്ന പരിഹാരത്തിന് നടപടി കാണണമെന്നാണ് ഉയരുന്ന ആവശ്യം. കുന്നംകുളം പട്ടാമ്പി റോഡിൽ വാഹന അപകടങ്ങൾ. KSRTC ബസും കാറും കണ്ടെയ്നർ ലോറിയും KSRTC ബസും കാറും കൂട്ടിയിടിച്ചാണ് വാഹന അപകടങ്ങൾ. ആർക്കും പരിക്കില്ല. വാർത്തകൾ വിശദമായി. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി CH റഷീദിനെ പ്രഖ്യാപിച്ചു. നിലവിൽ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് റഷീദ്. 2006 ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചെങ്കിലും CPMലെ KV അബ്ദുൽ ഖാദറിനോട് 12,309 വോട്ടുകൾക്ക് പരാജയപ്പെടുകയായിരുന്നു. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നവരാണ് CH റഷീദ്. മുസ്ലിം സ്റ്റുഡന്റ് ഫെഡറേഷൻ MSF മണ്ഡലം ജില്ലാ സംസ്ഥാന തലങ്ങളിൽ വിവിധ ചുമതലകൾ വഹിച്ചാണ് അദ്ദേഹം സംഘടനാ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയമായ സാന്നിധ്യമായി മാറിയത്. തുടർന്ന് യൂത്ത് ലീഗിന്റെ വിവിധ നേതൃസ്ഥാനങ്ങളിലും പ്രവർത്തിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ച അദ്ദേഹം സംഘടനാ പ്രവർത്തനത്തിലൂടെ ശക്തമായ പ്രവർത്തക ബന്ധം രൂപപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റായാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. മണ്ഡലം ജില്ലാ കമ്മിറ്റികളും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റും നൽകിയ സ്ഥാനാർത്ഥി നിർദ്ദേശങ്ങൾ പരിശോധിച്ച് UDF ഘടകകക്ഷികളുമായി ചർച്ച നടത്തിയ ശേഷമാണ് സ്ഥാനാർത്ഥിയെ അന്തിമമായി നിശ്ചയിച്ചത്. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റായ പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ നേതൃത്വത്തിലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നംകുളത്ത് BJP സ്ഥാനാർത്ഥിയില്ല. പകരം BDJS മത്സരിക്കും. NDA സീറ്റ് BDJSന് കൈമാറി. മുന്നണി തീരുമാനപ്രകാരമാണ് BJP സ്ഥിരമായി മത്സരിച്ചിരുന്ന കുന്നംകുളം സീറ്റ് ഇത്തവണ BDJSന് നൽകിയിട്ടുള്ളത്. BDJS തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റും പെരുമ്പിലാവ് സ്വദേശിയുമായ KR റജിൽ കുന്നംകുളത്ത് സ്ഥാനാർത്ഥിയാകും. BJPക്ക് നല്ല വേരോട്ടമുള്ള കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ അണികളുടെയും നേതൃത്വത്തിന്റെയും എതിർപ്പ് മറികടന്നാണ് സീറ്റ് ഇവർക്ക് കൈമാറിയിട്ടുള്ളത് എന്നാണ് സൂചന. അതേസമയം UDF സ്ഥാനാർത്ഥി സംബന്ധിച്ച് ഇനിയും തീരുമാനമായിട്ടില്ല. പുന്നയൂർ പഞ്ചായത്തിൽ ആധുനിക വാതക ശ്മശാനം പ്രവർത്തിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് പ്രശ്ന പരിഹാരത്തിന് നടപടി കാണണമെന്നാണ് ഉയരുന്ന ആവശ്യം. ആധുനിക സജ്ജീകരണങ്ങളോടെ 1.5 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച വാതക ശ്മശാനമാണ് പ്രവർത്തനരഹിതമായത്. ക്രിമിറ്റോറിയത്തിൽ സ്ഥാപിച്ചിട്ടുള്ള യന്ത്രസാമഗ്രികളുടെ തകരാറാണ് കാരണമെന്നാണ് പറയുന്നത്. ശ്മശാനം പ്രവർത്തിക്കാത്തതിനാൽ പ്രദേശവാസികൾ സംസ്കാരത്തിനായി കോട്ടപ്പടി ക്രിമിറ്റോറിയത്തെയാണ് ആശ്രയിക്കുന്നത്. പഞ്ചായത്തിന് സ്വന്തമായി ആധുനിക വാതക ശ്മശാനം നിർമ്മിച്ചതോടെ ജനങ്ങളുടെ ദീർഘനാളത്തെ കാത്തിരിപ്പിനാണ് വിരാമമായത്. എന്നാൽ ഉപയോഗിക്കാൻ കഴിയാതായതോടെ പ്രദേശവാസികളും ബുദ്ധിമുട്ടിലായി. 2303 ചതുരശ്ര അടിയിൽ നിർമ്മിച്ച ക്രിമിറ്റോറിയം കെട്ടിടത്തിൽ വെയിറ്റിംഗ് റൂം, ഹാൾ, ഓഫീസ് റൂം, ഗ്യാസ് സ്റ്റോറേജ് റൂം, ടോയ്ലറ്റുകൾ, ഓപ്പൺ സിറ്റൌട്ട് എന്നിവയാണ് സജ്ജീകരിച്ചിരുന്നത്. 1 കോടി രൂപ പഞ്ചായത്ത് തനത് ഫണ്ടും 50 ലക്ഷം രൂപ പ്ലാൻ ഫണ്ടും ചിലവഴിച്ചാണ് പണി പൂർത്തീകരിച്ചത്. ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി മാത്രം മുൻ ഭരണസമിതി നടത്തിയ ക്രമക്കേട് പരിഹരിച്ച് ജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. വടക്കേക്കാട് മണികണ്ഠേശ്വരം ഉമാമഹേശ്വര ക്ഷേത്ര കലാസമിതിയുടെ 20ാം വാർഷിക കലാപുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്കാണ് പുരസ്കാര വിതരണം. കേരള കലാമണ്ഡലത്തിലെ മുൻ അധ്യാപകനും പ്രമുഖ ചെണ്ടവാദ്യ കലാകാരനുമായ പ്രൊഫസർ കലാമണ്ഡലം രാജൻ ഗുരുവായൂർ വില്ലിൽ മേൽതായമ്പക എന്ന കലാസങ്കേതത്തെ മുൻനിർത്തിയും ഗുരുവായൂർ മമ്മിയൂർ ക്ഷേത്രം, പറമ്പന്തള്ളി ക്ഷേത്രം എന്നിവയടക്കം അനേകം ക്ഷേത്രങ്ങളിലെ നാഗക്കാവുകളിലെ കളംപാട്ടു എന്നിവയുടെ ചുമതലക്കാരനും 40 വർഷത്തിൽ ഏറെ ഈ ആചാര അനുഷ്ഠാന കലാ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന
ചൂണ്ടൽ സുധർമ്മൻ പ്രമുഖ നാടൻപാട്ട് കലാകാരനും അതിപുരാതനവും അതിഗോത്ര ജനതയുടെ അടയാള അനുഷ്ഠാനവുമായി അമ്മക്കാവുകളിലും താനത്തറകളിലും ഇന്നും നിലനിന്നുപോരുന്ന പ്രാർത്ഥനാ സ്തോത്രമായ മലവാഴിത്തോറ്റവും മരംകൊട്ടിപ്പാട്ടും എന്ന അനുഷ്ഠാന കലയിലെ പ്രവർത്തനങ്ങളെ മുൻനിർത്തി കലാകാരൻ മണികണ്ഠൻ പെരുമ്പടപ്പിനും പ്രദേശത്തെ 10ഓളം മനുഷ്യർക്ക് വാസസ്ഥലമൊരുക്കി നൽകുകയും മണികണ്ഠേശ്വരം, പാലയ്ക്കൽക്കാവ്, കപ്ലിയങ്ങാട് ക്ഷേത്രം, പേങ്ങാട്ടുതറക്കാവ് എന്നിവയടക്കം അനേകം ആരാധനാ കേന്ദ്രങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ പൊതുസമൂഹത്തിന് വലിയ സഹായ സഹകരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന നമ്പാടൻ രാജേഷ് എന്നിവരെയുമാണ് പുരസ്കാരങ്ങൾക്കായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. മാർച്ച് 20 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് ക്ഷേത്രത്തിലെ ജന്മനക്ഷത്ര വൃക്ഷക്കാവിൽ ചേരുന്ന ചടങ്ങിൽ പ്രമുഖ പ്രഭാഷകനും എഴുത്തുകാരനുമായ EM സതീശൻ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ക്ഷേത്രം ചെയർമാൻ P. രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. ചലച്ചിത്ര നിരൂപകൻ MC രാജനാരായണൻ, കവിയും ദൃശ്യമാധ്യമ പ്രവർത്തകനുമായ സുബീഷ് തെക്കൂട്ട്, നോവലിസ്റ്റ് ഫാസിൽ, ശ്രീകൃഷ്ണ കോളേജ് റിട്ടയേർഡ് പ്രിൻസിപ്പാൾ ഡോക്ടർ MK ഹരിനാരായണൻ, PG വനഗവേഷണ കേന്ദ്രം ശാസ്ത്രജ്ഞൻ ഡോക്ടർ ശ്രീജിത്ത് കൽപ്പുഴ, വാർഡംഗങ്ങളായ അശോകൻ എടക്കാട്, രുഗ്മ്യ സുധീർ, പരിസ്ഥിതി പ്രവർത്തകൻ ആന്റണി ജേക്കബ്, പഞ്ചവാദ്യ കലാകാരൻ ഉണ്ണി കല്ലൂർ, സമിതിയംഗം സുധീഷ് അമരായിൽ എന്നിവർ സംസാരിക്കും. തുടർന്ന് വില്ലിന്മേൽ തായമ്പക പരിചയം, നാഗപ്പാട്ട്, മരംകൊട്ടിപ്പാട്ട് എന്നിവയുടെ അവതരണവുമുണ്ടാകും. കുന്നംകുളം പട്ടാമ്പി റോഡിൽ കാറിന് പിന്നിൽ ടോറസ് ലോറി ഇടിച്ച അപകടം. തിങ്കളാഴ്ച രാത്രി 11:30യോടെയാണ് അപകടമുണ്ടായത്. കാർ യാത്രക്കാർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. കുന്നംകുളം ഭാഗത്തു നിന്നും പെരുമ്പിലാവ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറിന് പിന്നിൽ അതേ ദിശയിൽ വന്ന ടോറസ് ലോറി ഇടിക്കുകയായിരുന്നു. മുന്നിൽ പോവുകയായിരുന്ന കാർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതാണ് അപകടത്തിന് കാരണമായത്. ഈ സമയം പിന്നാലെ വന്ന ലോറിയുടെ ടയറുകൾ വഴുതി മാറി നിയന്ത്രണം നഷ്ടപ്പെട്ട് കാറിന് പിന്നിൽ ഇടിച്ച് കയറുകയായിരുന്നു എന്നാണ് നിഗമനം. അപകടത്തിൽ കാറിന്റെ പിൻഭാഗം പൂർണ്ണമായും ടോറസ് ലോറിയുടെ മുൻവശത്തിന് ഭാഗികമായും കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തെ തുടർന്ന് പട്ടാമ്പി റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. മണലൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി TN പ്രതാപന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ചൂണ്ടൽ മണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേച്ചേരിയിൽ പ്രകടനം നടത്തി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് RM ബഷീർ, മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി അംഗം PA സാദിഖ്, കേരള കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗം CT പോൾ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ ജെയ്സൺ ചാക്കോ, AM ജമാൽ, MM ഷംസുദ്ദീൻ, MA സുബൈർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആന്റോ പോൾ, കേച്ചേരി സഹകരണ ബാങ്ക് പ്രസിഡന്റ് ധനേഷ് ചുള്ളിക്കാട്ടിൽ, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ TO സെബി, അനീഷ് ആന്റണി തുടങ്ങിയവർ നേതൃത്വം നൽകി. വയലത്തൂർ ഈസ്റ്റ് ALP സ്കൂളിന്റെ 122ാം വാർഷികവും യാത്രയപ്പ് സമ്മേളനവും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് NMK നബീൽ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ 31 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന AACC ടീച്ചർക്ക് യാത്രയപ്പ് നൽകി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സീജ മൊയ്തുണ്ണി ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. വാർഡ് മെമ്പർ മിൽന സിൻഡോ, ഹെഡ്മാസ്റ്റർ V. ജിയോ ജോർജ്, M. പോളി ഫ്രാൻസിസ്, ജയരാജ്, MPTA പ്രസിഡന്റ് അശ്വതി ശ്രീരാഗ്, മാതൃസംഘം പ്രസിഡന്റ് ജിസ്മി സിൻഡോ, അധ്യാപകരായ വിൻസി ജോസ്, ജോളി ജോസ് N, ഫ്ലെമി C. പ്രസാദ്, സ്കൂൾ ലീഡർ TV വിദ്യുക എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെയും രക്ഷാകർത്താക്കളുടെയും കലാപരിപാടികൾ അരങ്ങേറി. LSS ജേതാവും സ്കൂളിലെ മികച്ച വിദ്യാർത്ഥിയായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത TV വിദ്യക, അബാക്കസ് പരീക്ഷയിൽ ജില്ലയിൽ 1ാം റാങ്ക് ജേതാവായ PS നന്ദിനി എന്നിവരെ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ചേർന്ന് ആദരിച്ചു. കുട്ടികൾക്കുള്ള മെറിറ്റ് അവാർഡുകളും രക്ഷിതാക്കൾക്കുള്ള സമ്മാനങ്ങളും വിശിഷ്ടാതിഥികൾ വിതരണം ചെയ്തു. കുന്നംകുളം പട്ടാമ്പി റോഡിൽ കണ്ടെയ്നർ ലോറിയും KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ച അപകടം. തിങ്കളാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. അപകടത്തിൽ വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചെങ്കിലും യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പെരുമ്പിലാവ് ഭാഗത്തു നിന്നും കുന്നംകുളത്തേക്ക് വരികയായിരുന്ന കണ്ടെയ്നർ ലോറി പട്ടാമ്പി റോഡിലെ വൺവേയിൽ സ്ഥാപിച്ചിട്ടുള്ള ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ എതിർദിശയിൽ വന്ന കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഈ സമയത്ത് ലോറിക്ക് തൊട്ടു പിന്നാലെ വന്ന KSRTC ബസ് നിയന്ത്രണം വിട്ട് കണ്ടെയ്നർ ലോറിയുടെ പിൻഭാഗത്ത് ഇടിച്ചു. അപകടത്തിൽ കാറിന്റെയും KSRTC ബസിന്റെയും കണ്ടെയ്നർ ലോറിയുടെയും മുൻഭാഗം തകർന്നു. അപകടത്തെ തുടർന്ന് പട്ടാമ്പി റോഡിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. LPG ക്ഷാമം പരിഹരിക്കാൻ കഴിയാത്ത കേന്ദ്ര സർക്കാരിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് ഇവന്റ്സ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പാചകവാതക ക്ഷാമത്തിന്റെ ഭാഗമായി ജില്ലയിലെ ഇവന്റ് മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ വലിയ പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടി. നേരത്തെ ഏറ്റിരുന്ന പല പരിപാടികളും ഒഴിവാക്കേണ്ടതായും വന്നു.
വാണിജ്യ സിലിണ്ടർ ലഭ്യത പരിമിതിയും വില വർധനവും ഇരുട്ടടിയായി. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവും ഉയർത്തിക്കൊണ്ടാണ് യൂണിയൻ ധർണ സംഘടിപ്പിച്ചത്. തൃശൂർ കോർപ്പറേഷന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ ഇവന്റ്സ് വർക്കേഴ്സ് യൂണിയൻ CITU തൃശൂർ ജില്ലാ പ്രസിഡന്റ് PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി AU ഷെഫീദ് അധ്യക്ഷനായി. ട്രഷറർ TM റോയ്, DYFI സംസ്ഥാന കമ്മിറ്റി അംഗം KS സെന്തിൽകുമാർ, കേരള പ്രവാസി സംഘം ജില്ലാ സെക്രട്ടറി MK ശശിധരൻ, യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് ബേബി എന്നിവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായി സമിതി മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടുപ്പുകൂട്ടി സമരം സംഘടിപ്പിച്ചു. മണലൂർ ഏരിയ സമരം എളവള്ളി പഞ്ചായത്തിലെ ചിറ്റാട്ടുകര ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആഷിഖ് വലിയകത്ത് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് ലതീഷ് നാരായണൻ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി KL ജോസ് സമര വിശദീകരണം നടത്തി. ബിഫി മനോജ്, KV സുരേഷ്, VL സെബി, ചെറുപുഷ്പം ജോണി, AM വിൻസെന്റ്, AV അജയൻ, മുജീബ് റഹ്മാൻ, ഷൺമുഖൻ, ഹരിദാസ് എന്നിവർ സംസാരിച്ചു. പാചകവാതകത്തിന്റെ ക്ഷാമം മൂലം പല റെസ്റ്റോറന്റുകളും ഇതിനോടകം പൂട്ടിക്കഴിഞ്ഞു. അനാഥാലയങ്ങൾ, സ്കൂളുകൾ, ഹോസ്റ്റലുകൾ, IT പാർക്കുകൾ, പൊതുതാമസ ഇടങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം പാചകവാതക ക്ഷാമം നേരിടുന്നുണ്ട്. കരിഞ്ചന്ത തടയാൻ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടികളെ സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം കേന്ദ്ര സർക്കാർ തുടരുന്ന അനാസ്ഥയ്ക്കെതിരെ വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാനത്തുടനീളം കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് മാർച്ചും അടുപ്പുകൂട്ടി സമരവും സംഘടിപ്പിച്ചിരുന്നു. പ്രജര ചാവക്കാടിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ചെയർമാൻ KV സുശീലൻ അധ്യക്ഷത വഹിച്ചു. മുൻ MLA NK അക്ബർ, പ്രജര സെക്രട്ടറിയും ചാവക്കാട് നഗരസഭാ ചെയർമാനുമായ AH അക്ബർ, പ്രസിഡന്റ് ഹമീദ്, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ്, സായി സഞ്ജീവനി ട്രസ്റ്റ് ചെയർമാൻ സ്വാമി ഹരിനാരായണൻ, സംവിധായകൻ വിജീഷ് മണി, ബഷീർ മൗലവി, വ്യാപാരി, രാഷ്ട്രീയ, സാമൂഹിക രംഗത്തെ പ്രമുഖർ എന്നിവർ പങ്കെടുത്തു. പ്രജര ടർഫിൽ നടന്ന ഇഫ്താർ വിരുന്നിൽ ജനപ്രതിനിധികളും പോലീസ് ഉദ്യോഗസ്ഥരും ആംബുലൻസ് ഡ്രൈവർമാരും നാട്ടുകാരും ക്ലബ് അംഗങ്ങളും പ്രവാസികളും പങ്കുചേർന്നു. പുന്നൂർകുളം അണ്ടത്തോട് സ്കിൽ ഗ്രൂപ്പ് ക്ലബിന്റെ നേതൃത്വത്തിൽ റംസാൻ റിലീഫ് കിറ്റ് വിതരണം നടത്തി. അണ്ടത്തോട് ക്ലബ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ വാർഡ് മെമ്പർ സമീറ സക്കരിയ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് സജിൽ അധ്യക്ഷത വഹിച്ചു. മുൻ വാർഡ് മെമ്പറും ക്ലബ്ബ് രക്ഷാധികാരിയുമായ PS അലി, ഹുസൈൻ വലിയകത്ത്, ക്ലബ്ബ് സെക്രട്ടറി ഷഹീൽ തുടങ്ങിയവർ സംസാരിച്ചു. CM മുഹസിൻ, സക്കരിയ, അജ്മൽ, അലി പുതുപ്പറമ്പിൽ, റയീസ് ജലാലി, റാഷിദ് തുടങ്ങിയവർ സംബന്ധിച്ചു. കുന്നംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ സാംസ്കാരിക പ്രതിനിധികളും പങ്കെടുത്ത ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. മുനിസിപ്പൽ ടൗൺഹാളിൽ നടന്ന സംഗമം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സുന്നി ടൗൺ ജുമാ മസ്ജിദ് ഖത്തീബ് നിസാർ അലി വാഫി റംസാൻ സന്ദേശം നൽകി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പുഷ്പ ജോൺ, T സോമശേഖരൻ, മിഷ സെബാസ്റ്റ്യൻ, മിനി മോൻസി, ആർഷ ജിജു എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ കൗൺസിലർമാരായ ഗീത ശശി, ഷാജി ആലിക്കൽ, മുൻ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, നഗരസഭാ ഉദ്യോഗസ്ഥർ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു. കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ആരോഗ്യ പ്രവർത്തകർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്ത സംഗമം സൗഹൃദത്തിന്റെയും ഐക്യത്തിന്റെയും മനോഹരമായ വേദിയായി മാറി. മതസൗഹാർദ്ദവും പരസ്പര ബഹുമാനവും സമൂഹത്തിൽ വളർത്തിയെടുക്കേണ്ടതിന്റെ പ്രാധാന്യം ചടങ്ങിൽ പങ്കെടുത്തവർ ചൂണ്ടിക്കാട്ടി. ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP ചിന്ത, ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ്സി, ശരത് TS, PK ഷാഹിദ്, VV ആമിനു, ആശാപ്രവർത്തകരായ റുക്കിയ, ഷാജിദ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ആദ്യമായാണ് ആശുപത്രിയിൽ ഇങ്ങനെയൊരു സംഗമം നടത്തിയത്. വാർത്തയിലേക്ക്. ചാവക്കാട് ബേബി റോഡ് സാധു സഹായ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ റംസാൻ കിറ്റ് വിതരണം സംഘടിപ്പിച്ചു. ചെയർമാൻ മുഹമ്മദ് യാസിർ ഉദ്ഘാടനം ചെയ്തു. കൺവീനർ അലിമോൻ അധ്യക്ഷത വഹിച്ചു. റസിയ അലി സ്വാഗതവും ആമിനക്കുട്ടി നന്ദിയും പറഞ്ഞു. നിർധനരായ 150ഓളം പേർക്ക് റംസാൻ കിറ്റ് വിതരണം ചെയ്തു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കാട്ടക്കാമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാണക്കാട് ശിഹാബ് തങ്ങളുടെ 17ാം അനുസ്മരണ സമ്മേളനവും റംസാൻ റിലീഫ് വിതരണവും ബുധനാഴ്ച നടക്കും. ചിറക്കൽ അറഫ പാലസിൽ വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന അനുസ്മരണ യോഗം പാണക്കാട് സയ്യിദ് മുയിനലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. റിലീഫ് വിതരണത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ നിർവഹിക്കും. യോഗത്തിൽ ലീഗിന്റെ പ്രമുഖ നേതാക്കൾ പങ്കെടുത്ത് സംസാരിക്കും. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം.
സ്വർണ്ണ ഗ്രാമിന് 14,540 രൂപ, പവന് 1,16,320 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 275 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി CH റഷീദിനെ പ്രഖ്യാപിച്ചു. നിലവിൽ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് റഷീദ്. മത്സര രംഗത്തിറങ്ങുന്നത് ഒരിടവേളയ്ക്ക് ശേഷം. മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന് UDF നേതൃത്വം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നംകുളത്ത് BJPക്ക് സ്ഥാനാർത്ഥിയില്ല. പകരം BDJS മത്സരിക്കും. NDA സീറ്റ് BDJSന് കൈമാറി. പാർട്ടിയുടെ തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റും പെരുമ്പിലാവ് സ്വദേശിയുമായ KR റെജിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി കന്നി അംഗത്തിനിറങ്ങും. പുന്നിയൂർ പഞ്ചായത്തിൽ ആധുനിക വാതക ശ്മശാനം പ്രവർത്തിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് പ്രശ്ന പരിഹാരത്തിന് നടപടി കാണണമെന്നാണ് ഉയരുന്ന ആവശ്യം. കുന്നംകുളം പട്ടാമ്പി റോഡിൽ വാഹനാപകടങ്ങൾ. KSRTC ബസ്സും കാറും കണ്ടെയ്നർ ലോറിയും KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ചാണ് വാഹനാപകടങ്ങൾ. ആർക്കും പരിക്കില്ല. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.